ഇതാട്ടെ ജനലിലൊക്കെ പൊടി പിടിച്ച് കിടക്കുന്നു. ഒന്ന് അടിച്ചോടിക്കാൻ പറഞ്ഞ അവള് കേൾക്കില്ല. ഒരു വൃത്തിയില്ല വെടുപ്പില്ലാത്തൊരു സാധനം. നീ എങ്ങോട്ട് ഈ വെളുത്തുള്ളി ആയിട്ട്? അതമ്മേ ഏട്ടൻ രാവിലെ വാങ്ങിക്കൊണ്ട് വന്നതാ. ഇത് കൊറേയൊക്കെ ചീഞ്ഞു പോയിരിക്കുന്നത്. ഒന്ന് വെയിലത്തിട്ട് ഉണക്കട്ടെ. നല്ല വില കൊടുത്ത് വാങ്ങിയ സാധനല്ലേ. ഈ വെളുത്തുള്ളി മാത്രമാണ് വാങ്ങിക്കൊണ്ട് വന്നത്, വേറൊന്നും വാങ്ങിച്ചിട്ടില്ല? അല്ലമ്മേ, വല്യുള്ളി വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങും പച്ചക്കായും കയ്പയും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. മല്ലിയിലയും പൊതിന് വാങ്ങാൻ പറഞ്ഞാണ് അവരെ കൊണ്ട്, അത് വാങ്ങിച്ചു തന്നിട്ടില്ല? അയ്യോ ഇല്ലമ്മേ, മല്ലിയിലയും പുതിനൊന്നും അതിലില്ല. നല്ല ആളാവൻ. ഇതൊന്നും ഇല്ലട, അവൻ എന്തിനു പച്ചക്കറി വാങ്ങിച്ചിട്ട് വന്നതാ? മല്ലിയിലയും പൊതിനും ഇല്ലാണ്ട് കറി വെച്ചിട്ട് മനുഷ്യൻ വായിൽ വെക്കാൻ പറ്റുമോ? എന്ത് പണി അവൻ ചെയ്ത, ഒരു വിവരം ഇല്ലല്ലോ അവനെ. അതല്ലമ്മേ, ചിലപ്പോ ഏട്ടന് കിട്ടാഞ്ഞിട്ടായിരിക്കും, അല്ലാണ്ട് മനഃപൂർവ്വം വാങ്ങാണ്ടൊന്നും വരില്ല. പിന്നെ കിട്ടാഞ്ഞിട്ട് ഇതിനേക്കാളും ഒന്നും വാങ്ങാണ്ട് വന്നോടെ. ഇപ്പൊ ഒരു ഉപകാരം ഇല്ലാണ്ട് അതിലെ കൊണ്ടുവന്നിട്ട്. എന്താ അമ്മ ഇവിടെ എന്തത്ര ഒച്ചയും ബഹളവും? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പച്ചക്കറി വാങ്ങുമ്പോൾ മല്ലിയലും പൊതിനും പ്രത്യേകിച്ച് വാങ്ങിക്കണം എന്നുള്ളത്. അതില്ലാണ്ട് നീ എന്തിനു പച്ചക്കറി വാങ്ങിച്ചിട്ട് വന്നതാ? അമ്മ, രാവിലെ ഞാൻ നടക്കാൻ പോയിട്ട് വരുമ്പോൾ മാർക്കിൽ ഇതൊക്കെ ഉണ്ടായിരുന്നത്, അതൊക്കെ ഞാൻ വാങ്ങിട്ട് വന്നിട്ടുണ്ട്. മല്ലിലൊന്നും അവിടെ ഇല്ല, ഞാൻ നോക്കിയതാ. നീ ഒന്നും വാങ്ങൂല, ഒന്നും കാണൂല. എന്റെ കാലത്തേക്കാൾ തൈലം വാങ്ങിച്ചോ? അമ്മ, രാവിലെ ആര് ഷോപ്പ് തുറന്ന് നോക്കാനാ തൈലൊക്കെ വാങ്ങാൻ? ഷോപ്പൊക്കെ ഒന്ന് തുറക്കട്ടെ, ഞാൻ പോയി വാങ്ങിട്ട് വരാം. നീയൊന്നും എനിക്ക് ഒന്നും വാങ്ങിച്ചരണ്ട. എന്റെ രാജുമോനോട് ഞാൻ പറയാം. നിന്നോട് പറഞ്ഞെങ്കിൽ അടുത്ത് എനിക്ക് കിട്ടുവോ? മോനെ, നീ പോയിട്ടേ കുറച്ച് പൊതിയനെയും മല്ലിയലിയും വാങ്ങിച്ചിട്ട് വരുമോ? അവനെ കൊണ്ട് വന്നിട്ട് ഒരു ഉപകാരവും ഇല്ല. പാതി വാങ്ങും, പാതി വാങ്ങിക്കില്ല. പിന്നെ എനിക്ക് അതല്ലേ പണി. ഏട്ടൻ എന്താ മേടിച്ചത്, അതുകൊണ്ട് കറി വെക്കാൻ നോക്കുന്നത്. മല്ലിയിലും കറിവേപ്പിലും കറി വെക്കാൻ പറ്റില്ല. പിന്നെ പറ്റാണ്ട് എന്താ? മോൻ പോകുകയാണെങ്കിൽ വാങ്ങിട്ട് വന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല മോനെ. എന്നാ വെള്ളം. മോൻ വൈകുന്നേരം വരുമ്പോഴേ അമ്മ കാലിലിടാൻ കുറച്ച് തൈലം വാങ്ങിട്ട് വരുമോ മോനെ? അമ്മ എന്താ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? എപ്പൊ നോക്കിയാലും ഓരോന്ന് പറയാണല്ലോ. അല്ല മോനെ, അമ്മയ്ക്ക് നല്ല കാലുവേദനയാടാ, അത് കാരണം പറഞ്ഞതാ. പൈസ തരാണ് മേടിച്ചു തരാ, അല്ലാണ്ട് എന്റെ പൈസ ഒന്നും ഇല്ല. ഏട്ടാ, ഞാൻ റെഡി ആവട്ടെ. ഇനിയും വൈകിയ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടില്ല. നീ പോയി മാറ്റി. അമ്മേ, പൈസ എടുത്തു തരണേ, സാധനം മേടിച്ചു തരാം, അത്രേ ഉള്ളൂ. എടുത്തുന്ന സമയമില്ല. അമ്മേ, ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. സമയം 10 മണിയല്ലേ, ഷോപ്പൊക്കെ തുറന്നിട്ടുണ്ടാവും. പിന്നെ നീയൊന്നും വാങ്ങിക്കൊണ്ട് വരണ്ട. എന്റെ രാജുമോൻ പറഞ്ഞു കേട്ടില്ലേ, അവൻ വാങ്ങിക്കൊണ്ട് വരും. നിനക്കിത് എന്ത് പറ്റി? നല്ല തലവേദന, കുറെ നേരമായി തുടങ്ങിയിട്ട്. ഇതെന്ത് പറ്റി പെട്ടെന്ന്? ഇവള് കൊറേ സമയം റൂമിൽ പോയിട്ട്. നീ വന്ന് പച്ചക്കറി മുറുക്കി. ഇവിടെ പണിക്കാരനൊന്നും വിട്ടിട്ടില്ല. ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ. ഞാൻ പോയിട്ടെ അതൊന്ന് ചെയ്യട്ടെ. എന്താ ഉള്ള പണി മുഴുവൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞിട്ടാ? കുറച്ച് എളുപ്പം കൂടെ തലയിൽ കയറുന്ന സോദരം. ഈ തലവേന വെച്ചിട്ടാണോ നീ ആ പണിയൊക്കെ ചെയ്യാൻ പോകുന്നത്? നീ തൽക്കാലം റെസ്റ്റ് എടുക്ക്, അതൊക്കെ ഞാൻ ചെയ്തോളാം. എന്നിട്ട് നീ മുറിച്ചുകൊണ്ടിരിക്കണേ, അവളെവിടെ? അവള് തലവേനായിട്ട് കിടക്കുക അമ്മേ. തലവേദനയാണ് മാത്രം കിടന്ന് അവിടെ ആർക്കും ഭക്ഷണം ഒന്നും കഴിക്കണ്ടേ? അതിനല്ലേ ഞാൻ ചെയ്യുന്നത്, ഞാൻ ചെയ്താ പോരെ? അവൾക്ക് തലവേദനയല്ലേ ഉള്ളൂ, വേറൊന്നും ഇല്ലാലോ. അപ്പോഴേക്ക് നീ എന്തോ പോലെ കാണിക്കുന്നു. മറ്റുള്ളവർ ഇത്രയും നേരം പ്രഷർ കൂട്ടി തല കറണ്ടെന്ന് ഞാൻ മുഴുവൻ അത് മുറിച്ചെടുത്തത്. അപ്പോൾ നിന്നെ കണ്ടില്ലല്ലോ ഇവിടെ. അതിന് അമ്മ എന്നോട് പറഞ്ഞില്ലല്ലോ അമ്മയ്ക്ക് തലകറക്കണ്ടെന്നുള്ളത്. അമ്മ ഒരു കാര്യം ചെയ്യും, മെഡിസിൻ കഴിച്ചിട്ടേ റെസ്റ്റ് എടുക്കാൻ നോക്ക്. ഇത് ഞാൻ കറി ഉണ്ടായിക്കോളാം. പിന്നെ പോയി കിടക്കാൻ ഞാൻ എന്താ രോഗിയോ? മര്യാദക്ക് നടന്നു തന്നെ എനിക്കൊന്നും എന്നെ ഒരു വിലയില്ല. നീ അവിടെ വെച്ചിട്ട് പോയിട്ട് അവൾ ഇങ്ങോട്ട് വരാൻ പറയും. നാണക്കേട്.
എന്നാ സന്ധ്യ ഒറ്റ വായും കൂടി കഴിക്കും. വേണ്ട ഏട്ടാ, ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിക്കാം. കഴിച്ചിടോ വന്ന് വേണ്ട, അത് കഴിയും ഇപ്പൊ. ഈ കുട്ടി. മോളെ കഴിക്കുന്നത് പറ്റി? കഴിക്കൊന്നുമില്ലമ്മേ, അവൾ നെയിൽ പോളിഷ് ഇടുക. ആ എന്നാ വാരിക്കൊടുത്തോ. അല്ല കുറച്ചും കൂടി ചോറ് എടുക്കട്ടെ? വേണ്ട, ഇത് മതി. ആ അമ്മ എന്താ മീ കാണിക്കുന്നത്? അമ്മയിൽ പറഞ്ഞു അമ്മയ്ക്ക് തലകറക്കുണ്ടെന്ന്. അമ്മ ഇന്ന് റെസ്റ്റ് എടുത്തോ, പപ്പായ ഞാൻ പറിച്ചുതരാം. ഞാൻ എന്താ അവിടെ കിടപ്പിലാണോ? ഒരു പപ്പായ വർക്ക് എനിക്ക് നിന്റെ സഹായം വേണോ? സഹായിക്കാൻ വന്നിരിക്കണത്. എന്താ അമ്മേ ചെയ്യുന്നത്? അവിടെ മുഴുവൻ ചളിയല്ലേ, എങ്ങനെ വഴുതി വീണേ അത് മതി. ഇല്ല മോനെ, വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോഴേ പപ്പായൊക്കെ പഴുത്തു നിൽക്കുന്നു, അത് ഇവിടെ തള്ളിയിട്ടതാ, കഴിഞ്ഞു. എന്നാൽ ഏട്ടനൊന്ന് പറഞ്ഞൂടെ? അമ്മയ്ക്ക് തലകറക്കുള്ളതല്ലേ. ഒരു സ്നേഹമില്ലല്ലേ ഈ ഏട്ടന്. അയ്യോ ഞാൻ വീണട മോനെ, കാൽ തന്നിട്ട് ഒന്ന് പിടിക്കടാ. ആ വീണട മോനെ. എന്താ അതല്ലേ പറഞ്ഞത്? എന്താണത്? അമ്മേ. ഏട്ടനോട് അപ്പോഴേ പറഞ്ഞില്ലേ ഞാന് അമ്മയ്ക്ക് തലകറക്കണം നോക്കണം എന്നൊക്കെ. എന്താ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. അവിടെ അമ്മേ, അയ്യോ കാലിൽ എല്ല് പൊട്ടിയെന്നാ തോന്നുന്നു, എനിക്ക് തീരെ വയ്യ. ആ ഈശ്വര. എന്താമ്മേ, എന്തു പറ്റി? എന്തു പറ്റിയതമ്മേ? പപ്പായ പറിക്കാൻ പോയപ്പോ വീണതാ മോളെ. എന്റെ രാജുമോൻ എന്നെ കൊണ്ട് പറഞ്ഞു അമ്മയ്ക്ക് തലകറക്കമാണ്, അമ്മ സൂക്ഷിക്കണം എന്നുള്ളത്. പറഞ്ഞത് കേട്ടില്ല, ഒരു കാലടി ഇങ്ങോട്ട് വെച്ചും തെരഞ്ഞും കണ്ടപ്പോ വീണു. അമ്മ വിഷമിക്കണ്ട. അമ്മയ്ക്ക് വേദന കൂടുകയാണെങ്കിലേ നമുക്ക് കുറച്ചു നേരം ഇവിടെ നോക്കിയിട്ട് ഹോസ്പിറ്റലിൽ പോവാം. കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ടാ എന്റെ രാജുമോൻ പറഞ്ഞു നിനക്ക് എന്നോട് സ്നേഹമില്ല എന്നുള്ളത്. നീ എന്നെ എവിടെയും കൊണ്ടുപോണ്ട. രാജുമോൻ ഒരു കാര്യം ചെയ്യും, ഡോക്ടറെ വിളിച്ച് ബുക്ക് ചെയ്യ്, വേഗം പോകുക നമ്മൾക്ക്. കാര്യം പറയണ്ട കേട്ടോ. അമ്മ ഇപ്പൊ വരെ. എന്നെ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പറഞ്ഞിട്ട് പറയാൻ വേണ്ടി വിളിച്ചത് അവനെ അവള്, അല്ലാതെ നിന്നെ പോലെയല്ല. ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിലേ എന്തായാലും ഡോക്ടർ 2-3 ആഴ്ച റെസ്റ്റ് വേണമെന്നേ പറയുള്ളൂ. കാരണം എല്ല് പൊട്ടിയിട്ടുണ്ടെന്നൊക്കെയല്ലേ മൂപ്പത്തി വിളിച്ച് പറയുന്നത്. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അടുക്കള പണി മൊത്തം ഞാൻ ചെയ്യേണ്ടി വരും. ഒന്നാമത് ചേച്ചിന് ഇഷ്ടമില്ലാത്തതുകൊണ്ടേ മൂപ്പത്തി ചെയ്യണത് ഒന്നും തൃപ്തിയാവില്ല. എല്ലാം എന്നോട് ചെയ്യുന്നേ പറയൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോകാൻ നിൽക്കുക. പിന്നെ ഹോസ്പിറ്റൽ കേസാ, സ്കാനിങ് എക്സ്റേ വേണ്ടേ, കണ്ടമാനം പൈസ ചെലവാകും. അതുകൊണ്ട് വല്ല ബിസിനസ് ടൂറാണ് വേണ്ടിട്ട് നിങ്ങൾ ഇവിടുന്ന് മുങ്ങാൻ നോക്കിയോ. നമുക്ക് കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ പോയി നിൽക്കാം. ഇതൊക്കെ കഴിയുമ്പോഴേ ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ മതി. എന്താ മോനെ? അതൊന്നുമില്ലമ്മേ, എനിക്ക് ഒരു ബിസിനസ് ട്രിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴാ ഓർത്ത്, ഇപ്പൊ തന്നെ ഇറങ്ങും വേണം. ഏട്ടനൊരു കാര്യം ചെയ്യും, അമ്മ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. എന്തെങ്കിലും വിവരങ്ങളൊക്കെ അപ്പൊ വിളിച്ചു പറഞ്ഞാൽ മതി. നീ എന്താ ഇവിടെ പോയി മാറ്റ്. മോളും പോകുന്നുണ്ടോ? ആമേ, ഞാനും കൂടി പോകുന്നുണ്ട്. ബിസിനസ് ട്രിപ്പ് മാത്രല്ല, MDന്റെ മോളുടെ മാരേജാ. അപ്പൊ എല്ലാരും ഫാമിലി ആയിട്ടാ വരുന്നത്. ഏട്ട ഒറ്റയ്ക്ക് പോയാ അതിന്റെ മോശം ഞങ്ങൾക്കല്ലേ. നീ എന്തൊക്കെ പോയി ഡ്രസ് മാറ്റിപ്പോ ഇല്ലേ ഏട്ടാ. അമ്മ ശരി. ശരിക്കും ഒരു ടൂർ പോക തന്നെയാണോ? അതാ എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് മുങ്ങാൻ നിക്കേ. എന്തോ എനിക്കും തോന്നിയമ്മേ,
ടൂറൊക്കെ ആണെങ്കിൽ അവൻ കുറച്ച് നേരത്തെ പറയേണ്ടതല്ലേ? ജനിച്ച അന്ന് മുതല് രാജേഷൻ ഞാൻ വിളിച്ചിട്ടില്ല. എന്തിനധികം പറയണം. അയ്യോ, രാജുമോനെ തികച്ചും വിളിച്ചിട്ടില്ല അമ്മേ. എന്നിട്ടാണ് അവൻ എന്നോട് ഈ ചതി ചെയ്യുന്നത്. അയ്യോ, എന്നാലും അവനൊന്ന് നിൽക്കായിരുന്നോ? ഇതിപ്പോ നമ്മള് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് അവൻ പോയതെങ്കിൽ അമ്മയ്ക്ക് ഒരു സമാധാനമായില്ലേ? നീ എന്താ എന്റെ മോനെ കുറ്റം പറയുന്നത്? എന്റെ വിഷമം കൊണ്ട് ഞാൻ എന്തോ പറഞ്ഞ നീ അങ്ങനെ ഏറ്റുപിടിക്കാൻ നിൽക്കുക. അവൻ പോകട്ടെ, അതിന് നിനക്കെന്താ? അവനെന്തെങ്കിലും കാര്യം ഉണ്ടാവും. അവന് മാത്രം എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, നിനക്ക് കൊണ്ടുപോകാൻ പറ്റില്ലേ? നീ ഡോക്ടറെ വിളിച്ച് ബുക്ക് ചെയ്. അയ്യോ തീരെ വയ്യപ്പ. ഓ, ഒന്നിങ്ങോട്ട് ഒരു കാര്യം പറയാം. അമ്മേ, ഞാനിപ്പോ വരാം. മോനെ, നീ അവളെ വിളിച്ചു കൊണ്ട് പോകല്ലടാ. നീ എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോടാ. അവൻ പോയി വരെ നീയും പോകല്ലടാ. എനിക്ക് കാര്യം വരെ സഹിക്കാൻ വയ്യാണ്ടാണടാ. തങ്ങൾ പ്രസവിച്ചു വളർത്തിയ മക്കളെ അവർ വലുതായി കഴിയുമ്പോൾ ഇതുപോലെ രണ്ടു തട്ടിൽ കാണുന്ന അമ്മമാർ അത്രയ്ക്ക് അപൂർവമായ കാഴ്ചയൊന്നുമല്ല എന്ന്. ഒരാൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവന്റെ കുറ്റങ്ങളും കുറവുകളും അല്ല കണ്ടില്ലെന്ന് നടിച്ച് അവന് ജീവന തുല്യം സ്നേഹിക്കുകയും മറ്റൊരാൾ എങ്ങനെയൊക്കെ സ്നേഹിച്ചാലും അവനെ മനഃപൂർവ്വം അവഗണിക്കുകയും ചെയ്യുന്നത് ഇങ്ങനെയുള്ള അമ്മമാർക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. തങ്ങൾക്ക് താങ്ങും തണലുമായി ആത്മാർത്ഥതയോടെ കൂടെ നിൽക്കുന്ന മക്കൾക്ക് ഇതിലും വലിയൊരു വേദന വേറെ ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള അമ്മമാർക്ക് വിഷമം വരുമ്പോൾ ഒരുപക്ഷെ എല്ലാം മറന്ന് കൂടെ നിൽക്കുന്നത് അവർ മാത്രമായിരിക്കും. അമ്മമാരുടെ സ്നേഹവും വാത്സല്യവും എല്ലാം എല്ലാ മക്കളും എല്ലാ കാലത്തും ഒരുപോലെ ആഗ്രഹിക്കുന്നതാണ്. മക്കൾ എത്ര പേരുണ്ടായാലും അവരുടെ എല്ലാ വ്യത്യാസങ്ങളും മറന്ന് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ ഇങ്ങനെയുള്ള അമ്മമാർക്കും കഴിയട്ടെ. പിന്നെ ഈ തീമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.